രാജ്ഭവൻ വിവാദത്തിൽ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നമുക്കൊപ്പം ചേരുന്നു. രാജ്ഭവൻ വലിയ പിടിവാശി പിടിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ. ഇതൊരു പിടിവാശിയുടെ കാര്യമല്ലല്ലോ. പിടിവാശി പിടിച്ചുകൊണ്ട് ഒരു വലിയ ദിനത്തിൻ്റെ ശോഭ കെടുത്താൻ രാജ്ഭവൻ ശ്രമിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല ഗവർണറുടെ ഭാഗത്തുനിന്ന്. കഴിഞ്ഞ ദിവസം ഈ സിന്ദൂർ പരിപാടി നടത്തിയപ്പം അതൊരു RSS പരിപാടിയാണെന്ന് പ്രതിപക്ഷവും സർക്കാരിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് ആരോപണം ഉണ്ടായിരുന്നു. അതിൽ ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയെന്നതൊക്കെയാണ് അവരുടെ അവകാശവാദം. RSS പരിപാടിയിൽ അവർക്കതൊക്കെ ചെയ്യാം. പക്ഷെ RSSൻ്റെ പ്രചരണ വേദിയാക്കി രാജ്ഭവനെ മാറ്റുന്നത് ഉചിതമായ കാര്യമല്ല. രാജ്ഭവൻ BJPയുടെയോ RSSൻ്റെയോ ക്യാമ്പ് ഓഫീസല്ല. ഗവർണർ പദവി എന്ന് പറയുന്നത് മഹത്തായ പദവിയാണ്. ആ പദവി BJPയുടെ ചട്ടകവുമല്ല, ആക്കാനും പാടില്ല. ഇതെല്ലാം അറിയുന്ന ഒരു നേതാവായിട്ടാണ് ഞങ്ങൾ പുതിയ ഗവർണറെ കാണുന്നത്. അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ ചെറിയ വ്യക്തിബന്ധങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്, ഇത്രയും ഒരു പ്രകോപനത്തിൻ്റെ മാർഗം അദ്ദേഹം സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഇതൊരു പ്രകോപനത്തിൻ്റെ മാർഗമാണ്. ആ മാർഗത്തിനോട് ഞങ്ങൾ അതുപോലെ പെരുമാറാത്തത് ഈ പറയുന്ന ഊഷ്മളമായ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് രാജ്ഭവനും ഗവർണർ പദവിയുമായിട്ട്. അത് കേരളത്തിന് വേണ്ടിയാണ്, ഗവർണറിന് വേണ്ടിയല്ല. കേരളത്തിന് വേണ്ടി ഗവർണറും സംസ്ഥാന ഗവൺമെൻറ്റും സഹകരിച്ചു പോകേണ്ടത് ആവശ്യമാണെന്നാണ് ഞങ്ങളെല്ലാം കാണുന്നത്. സഖാവ് പറഞ്ഞതുപോലെ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പം വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഗവർണർ വന്നതിന് ശേഷം നേരത്തെ സർക്കാരും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന സ്റ്റാൻഡ് എടുക്കുമ്പോൾ അവിടുന്ന് പ്രകോപനം സൃഷ്ടിക്കുകയാണ്. അത് ഈ പ്രകോപനത്തിൻ്റെ ഓഫീസല്ലല്ലോ രാജ്ഭവൻ, ആകാൻ പാടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടിയോ പ്രകോപനം കുത്തിപ്പൊക്കുന്ന കേന്ദ്രമായിട്ട് മാറാൻ പാടില്ല ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവൻ. രാജ്ഭവനെ പറ്റി ഞങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്. രാജ്ഭവൻ ഭരണഘടനാപരമായിട്ടുള്ള പദവികളുള്ള ഗവർണറുടെ വസസ്ഥലമാണ്. ഗവർണർ പദവി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചട്ടുകമല്ല. അതുകൊണ്ട് തന്നെ രാജ്ഭവൻ BJPയുടെയോ RSSൻ്റെയോ ക്യാമ്പ് ഓഫീസും ആക്കാൻ പറ്റില്ല. സർക്കാരിൻ്റെ പ്രതിഷേധം അറിയിക്കുമോ? അതൊക്കെ സർക്കാർ തീരുമാനിക്കും. സർക്കാരിനുള്ള രാഷ്ട്രീയ പക്വതയുണ്ട്. ഏറ്റവും അവസാന സമയത്താണെന്ന് തോന്നുന്നു അല്ലേ അവരിത് അറിയിച്ചത്? അല്ല, ഞങ്ങൾ അവസാനം വരെ ആഗ്രഹിച്ചത് ഈ മഹത്തായ ദിനം, ഇതൊരു മഹത്തായ ദിനമാണ്. കേരളത്തിൻ്റെ ബോധത്തിൽ ഈ ദിനമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ജൂൺ 5 എല്ലായ്പ്പോഴും ആചരിക്കാറുണ്ട്. അവർ പക്ഷേ ഇദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം ഗവർണർക്ക്. ഇത്രയും വ്യാപകമായി എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ചുകൊണ്ട് ജൂൺ 5 ആചരിക്കുന്ന ഏക സംസ്ഥാനം കേരളമായിരിക്കും. ഏക സംസ്ഥാനം. എനിക്ക് നല്ലവണ്ണം അറിയാമല്ലോ. അവിടെ കോടിക്കണക്കിന് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ മുൻകൈയിൽ. വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സഹകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് മരം വെച്ച് പിടിപ്പിച്ചു. ആ പ്രക്രിയയിലൂടെ കേരളം ഒരു വലിയ ബോധമുണ്ടാക്കി നാട്ടിലാകെ തന്നെ. അതാണ് ആഗോളതാപനത്തിൻ്റെ രൂപത്തിനെ പറ്റി പഠിപ്പിച്ചു പുത്തൻ തലമുറയെ. ആഗോളതാപനം യാഥാർത്ഥ്യമാണ്. ആഗോളതാപനമാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും കാരണക്കാർ. ഈ മണ്ണിടിച്ചിലിൻ്റെയും കൊടുംചൂടിൻ്റെയും ഓർക്കപ്പുറത്തെ വെള്ളപ്പൊക്കത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും എല്ലാം കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണം ആഗോളതാപനമാണ്. ആഗോളതാപനത്തിൻ്റെ കാരണം ലാഭാർത്ഥി പൂണ്ട ചൂഷണമാണ് മുതലാളിത്ത വർഗത്തിൻ്റെ. ഇത്രയും പാഠങ്ങൾ തലമുറകളെ പഠിപ്പിക്കാൻ വേണ്ടി ഉത്സാഹിച്ചു ഞങ്ങൾ. ബോധമാക്കി മാറ്റി ജനങ്ങളുടെ ആകെ തന്നെ. അത് LDFൻ്റെ ഒരു ഗവൺമെൻറ്റിന് മുൻകൈയിലാണ് കാണുന്നത് ഇവിടെ. പക്ഷെ ജനങ്ങളാകെ അത് ഏറ്റെടുത്തു. ഞങ്ങൾ മതസ്ഥാപനങ്ങളെ, പള്ളികളെ, അമ്പലങ്ങളെ, മോസ്കുകളെ, സ്കൂളുകളെ, കോളേജുകളെ, സർക്കാർ ഓഫീസുകളെ, റോഡരികുകളെ എല്ലാം ഞങ്ങൾ വൃക്ഷങ്ങളുടെ ഒരു മേലാപ്പ് കൊണ്ട് മൂടാൻ ശ്രമിച്ചു. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ഈ നാടിൻ്റെ മറുപടിയായിട്ട്. അതെല്ലാം ഉണ്ടായ കേരളത്തിൽ പുതിയ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഈ ദിനത്തിൻ്റെ എല്ലാ മഹത്വവും ശോഭയും കെടുത്തു മാറുക. ഒരു രാഷ്ട്രീയ പിടിവാശി ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ആരാ പറഞ്ഞത് ഇതാ മുഖച്ഛായ എന്ന്? ഭാരതാംബയുടെ മുഖച്ഛായ ഏതാണെന്ന് ആരാ പറഞ്ഞത്? ആ മുഖച്ഛായ ഒരു മഹത്തായ സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് ഒരു മുഖച്ഛായ ഉണ്ടെന്നും ആ മുഖച്ഛായ ഇന്ത്യയെ RSS പഠിപ്പിച്ച മുഖച്ഛായയാണെന്നും ഉള്ള പിടിവാശി നല്ലതല്ല. ഈ പടം ഞാനിപ്പോൾ കണ്ടല്ലോ TV-യിൽ. ആ മുഖച്ഛായ പരിചയമുണ്ട് നമുക്ക്. എല്ലാ RSS പരിപാടിയിലും വയ്ക്കുന്ന ചിത്രത്തിൻ്റെ അതേ മുഖച്ഛായയാണ്. ഭാരതാംബയുടെ കയ്യിൽ ഇതുപോലൊരു കൊടി, RSSൻ്റെ കൊടി വേണമെന്നുള്ള ശാഠ്യം ആർക്കുണ്ടായ ശാഠ്യമാണ്. ഭാരതാംബ ഇരിക്കേണ്ട ഇരിപ്പിടം സിംഹത്തിൻ്റെ പുറത്താണ് ആരാ പഠിപ്പിച്ചത്?
ഭാരതാംബ അങ്ങനെ ഒരു അക്രമാസക്തമായ മുഖച്ഛായയല്ല. യുദ്ധത്തിൻ്റെ ദേവതയല്ല ഭാരതാംബ. ഇന്ത്യയെ ഭാരതം പഠിപ്പിച്ച എല്ലാ മൂല്യങ്ങളുടെയും ഭാഗമായിട്ട് വേണം നമ്മൾ ഭാരതാംബയെ സങ്കല്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രകൃതി ഏറ്റവും മഹത്തായ കാര്യം എന്താ? പ്രകൃതിയുടെ ഭാഗമാണ് ഭാരതാംബ. മണ്ണിൻ്റെ, മനുഷ്യരുടെ, മരങ്ങളുടെ, പുഴകളുടെ, കാടിൻ്റെ, പൂക്കളുടെ, സ്നേഹത്തിൻ്റെ എല്ലാം പ്രതീകമാണ് ഭാരതാംബ. ആ ഭാരതാംബയ്ക്ക് അക്രമാസക്തമായിട്ടുള്ള വർഗീയ ഭ്രാന്തിൻ്റെ ശക്തിയായിട്ടുള്ള ഒരു സംഘടനയുടെ ശക്തികൾ പഠിപ്പിച്ചു കൊടുത്ത അതേ മുഖച്ഛായ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിൻ്റെ ഹെഡ് ഓഫീസായി രാജ്ഭവൻ മാറാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഒരു കരുവായിട്ടോ നേതാവായിട്ടോ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന, ഇപ്പോഴും സ്നേഹിക്കുന്ന, ബഹുമാനപ്പെട്ട ഗവർണർ മാറാൻ പാടില്ലായിരുന്നു. നിരവധി ഒഫീഷ്യൽ പരിപാടികൾ നടക്കേണ്ട ഒരു സ്ഥലമാണ് രാജ്ഭവൻ. ഇനിയും നടക്കാനുണ്ട്. ഇതുപോലുള്ള പല പരിപാടികൾ നടക്കാനുണ്ട്. അവിടെയൊക്കെ ഈ ഒരു നിലപാടിന് രാജ്ഭവൻ തുടർന്നാൽ വലിയ പ്രതിസന്ധിയിലാവില്ലേ? ഞങ്ങളുടെ അഭ്യർത്ഥന രാജ്ഭവൻ്റെ എല്ലാ ഗാംഭീര്യവും, എല്ലാ പ്രൗഢിയും, എല്ലാ ഭരണഘടനാപരമായിട്ടുള്ള അന്തസ്സും പാലിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന കേന്ദ്രമാക്കി സംരക്ഷിക്കാൻ ഇപ്പോഴത്തെ ഗവർണർ ശ്രമിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഒരു പരിപാടി മാത്രമല്ല, ഇനിയും ഇതാണ് രാജ്ഭവന്റെ നിലപാടെങ്കിൽ സർക്കാർ ഈ സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുക. RSSന്റെ ക്യാമ്പ് ഓഫീസാക്കി രാജ്ഭവനെ മാറ്റാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. അത് സംസ്കാരത്തിൻ്റെയും ന്യായത്തിൻ്റെയും ലംഘനമാണ്. അതുകൊണ്ട് ഞങ്ങളതിനെ തീർച്ചയായിട്ടും രാഷ്ട്രീയമായി എതിർക്കും. രാജ്ഭവൻ രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റരുത് എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത്. വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.